കേരളത്തിലെ പൊതുമേഖല കേരളത്തിൻ്റെ സമ്പത്താണ്. KSRTC, KSEB അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേരള വാട്ടർ അതോറിറ്റി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വ്യവസായ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവയൊക്കെ കേരളത്തിൻ്റെ സമ്പത്താണ്. ചിലവയൊക്കെ നഷ്ടത്തിലാകാം, മറ്റുള്ളവ ലാഭത്തിലാക്കാം. നഷ്ടത്തിലുള്ളവ ലാഭത്തിലാക്കാൻ എങ്ങനെ കഴിയും? എങ്ങനെ പുനഃസംഘടിപ്പിക്കണം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എന്നതാണ് ഒരു ഭരണകൂടത്തിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. പൂട്ടിയിടാൻ ആർക്കും കഴിയും, അത് വളരെ എളുപ്പമാണ്. ആയിരക്കണക്കിന് ജീവനക്കാരെയും തൊഴിലാളികളെയും തെരുവിലേക്ക് ഇറക്കി വിടേണ്ടി വരും എന്നത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി, KSEB, KSRTC തുടങ്ങിയ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുകയും ജനങ്ങൾക്ക് വലിയ സേവനം നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങൾ നഷ്ടത്തിലല്ല എന്ന് വെച്ചാൽ സാമ്പത്തികമായി നഷ്ടത്തിലായിരിക്കും. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ ആ നഷ്ടമൊന്നും ഒരു നഷ്ടമല്ല. അതിനേക്കാളും എത്രയോ വലിയ സഹായവും സേവനവുമാണ് ജനങ്ങൾക്ക് നൽകുന്നത് ഈ സ്ഥാപനങ്ങൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. KSEB സ്വകാര്യവൽക്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണ്. സംസ്ഥാന സർക്കാർ അതിനോട് പൊരുതി നിൽക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 10 വർഷം കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതിൽ നടത്താൻ പറ്റുന്നത് നടത്തി, സ്വകാര്യവൽക്കരണം ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്ന തന്ത്രമാണ് കേരളത്തിൽ എല്ലാ കാലത്തും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിച്ച സംസ്ഥാനങ്ങളിൽ വൈദ്യുതി ചാർജ് കുത്തനെ ഉയർന്നത് നാം കണ്ടതാണ്. എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. അതുപോലെ തന്നെയാണ് KSRTCക്ക് ഒരു മാസം 100 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഒരു മാസം ഇപ്പോൾ നൽകുന്നത് പെൻഷൻ നൽകാൻ, അതോടൊപ്പം തന്നെ ബസ്സുകൾ വാങ്ങിക്കാൻ, പുതിയ ബസ്സുകൾ വാങ്ങിക്കാൻ, അതിനപ്പുറത്തേക്ക് ശമ്പളം നൽകാൻ. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകുന്നു, പെൻഷൻ നൽകുന്നു, പുതിയ ബസ്സുകൾ റോഡിൽ ഇറക്കുന്നു. KSRTC നാം കണ്ടതാണ്. വലിയ മാറ്റം KSRTCയിൽ നാം അനുഭവിച്ചതാണ്. എന്നാൽ ഇന്നിതാ അതൊക്കെ അസ്തമിക്കാൻ പോകുകയാണോ എന്ന സംശയം ഉയർന്നത് ധവളപത്രത്തിൽ പൊതുമേഖലയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ്. 78,000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നു ധവളപത്രത്തിൽ. 78,000 കോടി രൂപ. മുഖ്യമന്ത്രി VD സതീശൻ ധവളപത്രത്തെക്കുറിച്ച് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിലും പറയുന്നു നഷ്ടമാണ്, റീസ്ട്രക്ചർ ചെയ്യണം, പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം എന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നുകിൽ പൂട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു എന്നർത്ഥം. ധവളപത്രത്തിന്റെ 143-ാമത്തെ പേജിൽ അത് വ്യക്തമായും പറയുന്നുണ്ട്. കേരളത്തിൽ പുതിയ നിക്ഷേപം കൊണ്ടുവരണം, 78,000 കോടി രൂപ നഷ്ടമുണ്ടാക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ. പുതിയ നിക്ഷേപം കൊണ്ടുവരുമ്പോൾ അത് പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളിലേക്കായിരിക്കണം എന്ന്. സ്വകാര്യ നിക്ഷേപം പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നാൽ സ്വാഭാവികമായും അതിൻ്റെ അർത്ഥം ആ പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിച്ചു എന്നത് തന്നെയാണ്. അല്ലാതെ വെറുതെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ആരെങ്കിലും ഫണ്ട് മുടക്കാൻ തയ്യാറാകുമോ, ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുമോ എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം സഹകരണ മേഖലയിലും നിക്ഷേപം കൊണ്ടുവരണം, സ്വകാര്യ മേഖലയിലും നിക്ഷേപം കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. പൊതുമേഖലയെ സംരക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ സർക്കാരിന് മുന്നിലുള്ളൂ. അത് കൂടുതൽ ഫണ്ട്, കൂടുതൽ നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ് പൊതുമേഖലയിലേക്ക് കൊണ്ടുവരണം. അത് സ്വകാര്യവൽക്കരണത്തിലേക്ക് തന്നെയായിരിക്കും നയിക്കുക എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് ധവളപത്രം. കേരളത്തിൻ്റെ സമ്പത്തായ, കേരളത്തിന് എന്നും അഭിമാനമായി നിൽക്കുന്ന കേരളത്തിൻ്റെ പൊതുമേഖല മുഴുവൻ വിറ്റഴിക്കും. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ, സ്ഥലം, ഭൂമിയുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിൽ. അതെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് അടുത്ത 5 വർഷം ഭരിക്കാം. ഇതാണ് VD സതീശന്റെ കണക്ക് കൂട്ടൽ. എന്താണോ കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നത്, എന്താണോ കേന്ദ്രത്തിൽ BJP സർക്കാർ ചെയ്തത്, അത് അതേപോലെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. എന്ന് വെച്ചാൽ കേരളം ഇന്ത്യയിൽ വേറിട്ട് നിൽക്കുന്ന സംസ്ഥാനമായിരുന്നു. അത് വേണ്ട. ഇനി BJP സർക്കാർ നടപ്പാക്കുന്ന സാമ്പത്തിക നയം, നേരത്തെ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ സാമ്പത്തിക നയം, അത് കൂടുതൽ രൂക്ഷമായി നടപ്പാക്കുകയാണ് ചെയ്യുന്നത് BJP സർക്കാർ. അത് അതേപടി കേരളത്തിലേക്ക് കൊണ്ടുവരണം. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിക്കണം. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ ആരെങ്കിലും പണം മുടക്കുമോ? ഏതെങ്കിലും മുതലാളി പണം മുടക്കുമോ? മുടക്കില്ല.
മുടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ണുണ്ടാകും. ആ സ്ഥാപനത്തിന്റെ ഭൂമിയായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. അതിലേക്ക് തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാർ ലക്ഷ്യമിടുന്നത്, UDF സർക്കാർ കണ്ണുവെക്കുന്നത്. എന്തുകൊണ്ടും കേരളത്തിന് നാശം വിതയ്ക്കാൻ പോകുന്നു ഈ സർക്കാർ എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ ധവളപത്രം എന്ന് പറയേണ്ടി വരുന്നു.